സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിനെതിരെ അവതരിപ്പിച്ച പ്രമേയത്തിന് പിന്തുണ നൽകാത്തതിൽ പ്രതിഷേധിച്ച് LDF അംഗങ്ങൾ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചു. ഇന്ന് രാവിലെ ചേർന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലാണ് LDF അംഗങ്ങൾ പ്രതിഷേധവുമായി ഇറങ്ങിപ്പോയത്. CPMലെ 4 അംഗങ്ങളും കേരള കോൺഗ്രസ് M പ്രതിനിധിയുമാണ് യോഗം ബഹിഷ്കരിച്ചത്. സംസ്ഥാന സർക്കാർ പഞ്ചായത്ത് വിഹിതം വെട്ടിക്കുറച്ചത് വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യമാണെന്നും ഇതിനെതിരെ പഞ്ചായത്ത് പ്രമേയം പാസാക്കണമെന്നും LDF അംഗങ്ങൾ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രമേയത്തിന് ഭരണസമിതി പിന്തുണ നൽകാത്തതിനെ തുടർന്നാണ് യോഗം ബഹിഷ്കരിച്ചതെന്ന് LDF അംഗങ്ങൾ വ്യക്തമാക്കി. പഞ്ചായത്ത് വിഹിതം കുറച്ചതിലൂടെ വികസന പദ്ധതികൾക്കും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും സർക്കാർ ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും LDF ആവശ്യപ്പെട്ടു. ഇന്ന് നടന്ന ഭരണസമിതി യോഗം, ഈ ഭരണസമിതി യോഗത്തിൽ LDF എന്ന നിലയിൽ നമ്മളൊരു പ്രമേയം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നോട്ടീസ് കൊടുത്തിരുന്നു. അപ്പോൾ ഇന്നത്തെ ബോർഡിൽ അത് അജണ്ടയായി വരികയും ആ പ്രമേയം അവിടെ ചർച്ചയ്ക്കെടുത്ത സമയത്ത് LDFിൻ്റെ പ്രമേയത്തെ UDF അനുകൂലിക്കാൻ തയ്യാറായിട്ടില്ല. LDF കൊടുത്ത പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വർഷത്തെ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പൈസയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾക്ക് ഈ UDFിൻ്റെ ഗവൺമെൻറ് ഇപ്പം കേരളത്തിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കൂടി കുറവ് വന്നിട്ടുള്ളത്. അത് പരിഹരിക്കണമെന്നും കുറച്ച ഫണ്ട് പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയമായിരുന്നു. നമുക്കറിയാം 2026-27 വർഷത്തെ KN ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പഞ്ചായത്തുകൾക്കായി നൽകിയ പൈസ 17,901 കോടി രൂപയാണ് പദ്ധതി വിഹിതമായി കേരളത്തിലെ പഞ്ചായത്തുകൾക്ക് അനുവദിച്ചെങ്കിൽ തുടർന്ന് വന്ന UDFിൻ്റെ ഗവൺമെൻറ് അത് ബഡ്ജറ്റിൽ 16,369 കോടിയായി കുറയ്ക്കുകയാണ് ചെയ്തത്. 1,534 കോടി രൂപയുടെ കുറവാണ് കേരളത്തിലൊട്ടാകെ ഈ പദ്ധതിയിൽ ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം നമുക്കറിയാം, തെരഞ്ഞെടുപ്പുമായി വന്നുകൊണ്ട് പെരുമാറ്റച്ചട്ടം വന്നതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷത്തെ 3ാം ഗഡു ഫണ്ടുകൾ പല പഞ്ചായത്തുകൾക്കും അന്നത്തെ ഗവൺമെൻറ് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പെരുമാറ്റച്ചട്ടം മാറിയ ശേഷവും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടപ്പോഴും ആ ഫണ്ട് കൊടുക്കാൻ വേണ്ടി അനുമതി നൽകിയിട്ടില്ല. അപ്പോൾ തുടർന്ന് വന്ന ഗവൺമെൻറ് 2,150 കോടി രൂപയാണ് 3ാം ഗഡു എന്ന നിലയിൽ കേരളത്തിലെ പഞ്ചായത്തുകൾക്ക് കൊടുക്കാനുള്ളത്. ആ പൈസ കൊടുക്കാനും ഈ UDFിൻ്റെ ഗവൺമെൻറ് തയ്യാറായില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ആദ്യ ഗഡു എന്ന നിലയിൽ ഇപ്പം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ആദ്യ ഗഡു എന്ന നിലയിൽ 3,396 കോടി രൂപ പഞ്ചായത്തുകൾക്ക് നൽകേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം മെയിൻ്റനൻസ് ഗ്രാൻറ്റിൽ 1,400 കോടിയുടെ വെട്ടിക്കുറവാണ് ഈ ബഡ്ജറ്റിൽ ഉള്ളത്. അങ്ങനെ ആകെ 6,944 കോടി രൂപയുടെ കുറവ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലൊട്ടാകെ പഞ്ചായത്തുകൾക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ചെറുപുഴ പഞ്ചായത്തിനെ എടുത്ത് പരിശോധിച്ച് കഴിയുമ്പം 1,24,24,908 രൂപ ഈ ചെറുപുഴ പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഇപ്പോൾ കുറവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഫണ്ട് ലഭിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം സ്പിൽ ഓവറിലേക്ക് പോവുകയാണ്. പുതിയ വർഷത്തെ പദ്ധതിയിൽ പൈസ അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. അതോടൊപ്പം ST മേഖലയിൽ 77,335 രൂപയും SC മേഖലയിൽ 4,85,357 രൂപയും നമുക്ക് ലഭിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ പല പൈസകളും ഇവിടെ പഞ്ചായത്തുകൾക്ക് കൊടുക്കാനുണ്ട്. നമുക്കറിയാം PMAവൈയിൽ ഗുണഭോക്താക്കൾക്ക് ഏകദേശം 38 ലക്ഷത്തോളം രൂപ ഗുണഭോക്താക്കൾക്ക് കൊടുക്കാനുണ്ട്. അതോടൊപ്പം വീട് മെയിൻ്റെനൻസ് ചെയ്ത ആളുകളുടെ പൈസ ഇപ്പോൾ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കറവ പശുക്കളെ വാങ്ങിയ ആളുകൾക്ക് സബ്സിഡിയിൽ എത്തി കൊടുക്കാനുള്ള പൈസ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പാൽ സബ്സിഡി, ക്ഷീരകർഷകർ പാലളന്ന ആളുകൾക്ക് കഴിഞ്ഞ വർഷം കൊടുക്കേണ്ട പൈസ ഇതുവരെ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഭിന്നശേഷിയുള്ള കുട്ടികളുടെ സ്കോളർഷിപ്പും അതൊന്നും ഈ പഞ്ചായത്തിൽ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വെട്ടിക്കുറച്ച ഫണ്ട് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് LDF ഒരു പഞ്ചായത്ത് ഭരണസമിതി ഏകാണ്ഡമായി പ്രമേയം അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ദൗർഭാഗ്യവശാൽ UDF അതിന് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഇന്നത്തെ ഭരണസമിതി യോഗത്തിൽ നിന്ന് ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാ രംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ്. ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. അസ്ഥിരോഗം, ശിശുരോഗം, ജനറൽ മെഡിസിൻ, ENT വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ, ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, NICU, PICU, ECG സൗകര്യങ്ങൾ, അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സംവിധാനം. ചികിത്സയ്ക്ക് ഇനി ചെലവേറില്ല. ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിങ്ങിനും 04985
242140. Mobile 6238 064141.